ഉരുൾപൊട്ടൽ ദുരിതബാധിതർക്ക് വീട് നിർമ്മിച്ചു നൽകാനായി ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി വിവിധ ക്യാമ്പയിനുകൾ നടക്കുകയാണ്. ഇതിന്റെ ഭാഗമായാണ് മുണ്ടക്കയം ഈസ്റ്റ് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചായക്കട ചലഞ്ച് സംഘടിപ്പിച്ചത്. ചായയും എണ്ണ പലഹാരങ്ങളും കഴിച്ച് ഇഷ്ടമുള്ള തുക നിക്ഷേപിക്കാം. ഒരു ചായ കുടിക്കാനായി എത്തിയവർ പോലും 10 ചായയുടെ പണം നിക്ഷേപിച്ചതോടെ ക്യാമ്പയിൻ വൻ ഹിറ്റായി. നമ്മുടെ ഈ നാടിന്റെ പുരോഗതിക്ക് വേണ്ടി ഡിവൈഎഫ്ഐ ഒട്ടനവധി പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇന്ന് ഈ പ്രവർത്തനം നടത്തുന്നത്. അതുകൊണ്ട് ഇതിന് ജനങ്ങളുടെ ഭാഗത്ത് നല്ല സഹകരണം ഉണ്ടാകുന്നുണ്ട്. അവരിഷ്ടമുള്ളത് കഴിച്ചിട്ട് അവർ ഇഷ്ടമുള്ള തുക നിക്ഷേപിച്ചിട്ട് ധാരാളം പേർ ഇവിടുന്ന് ഇപ്പോൾ പോകുന്നുണ്ട്. മുണ്ടക്കയം സ്വദേശികളായ ഉദയകുമാറും പ്രസാദ് കെ തങ്കരാജും പെരുവന്താനം പോലീസ് സ്റ്റേഷന് സമീപം നടത്തുന്ന ചായക്കടയാണ് വയനാടിന് കരുതലാകുന്ന ഭവന പദ്ധതിക്ക് പണം കണ്ടെത്താൻ ഒരു ദിവസത്തേക്ക് ഡിവൈഎഫ്ഐ പ്രവർത്തകർക്ക് വിട്ടു നൽകിയത്. ഇവരുടെ ഈ സൽക്കർമ്മത്തിന് വേണ്ടി എന്നെ ആവുന്ന സഹായമാണ് ചെയ്തു കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് നാട്ടുകാരുടെ ഭാഗത്തുനിന്നും നല്ല സഹകരണമാണ് കിട്ടിയിരിക്കുന്നത്. രാവിലെ മുതൽ മുണ്ടക്കയിലെ ജനങ്ങൾക്കായി ചായക്കുടി ചലഞ്ചിൽ പങ്കെടുക്കാൻ നിരവധി ആളുകളെത്തി. രാത്രി വരെ ആ തിരക്ക് തുടർന്നതോടെ നല്ലൊരു തുക സമാഹരിക്കുവാനായി. വരും ദിവസങ്ങളിൽ ആക്രി ചലഞ്ച് ഉൾപ്പെടെയുള്ള ക്യാമ്പയിനുകളിലൂടെ കൂടുതൽ പണം സമാഹരിക്കാൻ ഒരുങ്ങുകയാണ് മുണ്ടക്കയം ഈസ്റ്റ് മേഖലയിലെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ. മാതൃഭൂമി ന്യൂസ്, കുമളി.